ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ആശൻ ടീച്ചറും ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. ഓക്കെ മക്കളെ, അപ്പൊ അതാ നമ്മുടെ പരീക്ഷ ഇങ്ങ് എത്തി നിൽക്കുകയാണല്ലേ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ മാത്സ് കേട്ടോ, അഥവാ നമ്മുടെ ഗണിതം എന്ന സബ്ജക്റ്റ് ആണ്. മക്കളെ റെഡി ആണല്ലോ? നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോവാം അല്ലെ. പിന്നെ ഈ ഒരു സെക്ഷന്റെ കാര്യം മിസ് ഇനി റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. മിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ രീതിയിലുള്ള ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. നെയിം ഓഫ് സ്റ്റുഡന്റ് എന്നുള്ളത് മക്കളുടെ പേരുകൾ എഴുതണം. മലയാളം മീഡിയത്തിലാവുമ്പോൾ കുട്ടിയുടെ പേര് എന്നുള്ള രീതിയിലാണ് മക്കൾക്ക് ഉണ്ടായിരിക്കുക കേട്ടോ. ദെൻ നെയിം ഓഫ് സ്കൂൾ എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്കൂളിന്റെ പേര് എഴുതണം. പിന്നെ ഡിവിഷൻ അതുപോലെ തന്നെ ക്ലാസ് എന്നിവിടങ്ങളിൽ മക്കളുടെ ക്ലാസ്സും ഡിവിഷനും എഴുതണം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലെ. ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇംഗ്ലീഷിലും, മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മലയാളത്തിലും ഉണ്ടായിരിക്കും. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം അല്ലെ. ആക്ടിവിറ്റി 1, ലെറ്റ്സ് ഡ്രോ ആൻഡ് കൗണ്ട്. എന്താണ് മക്കളെ ഒന്നാമത്തെ ആക്ടിവിറ്റി? വരയ്ക്കാം, എണ്ണാം എന്നതാണ് അല്ലെ. നോക്കിക്കേ മക്കളെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Kunyata drew the figure of a pencil and shapes on it. She gave color to the shapes. Draw the shapes on the pencil and color it. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? ഒരു കളിവീടിന്റെ ഒരു ഭാഗത്ത് കുഞ്ഞാറ്റ മക്കളെ മിസ് ഇതാ ഓണത്തിന്റെ മറ്റൊരു മെഗാ ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. മറ്റൊന്നല്ല മക്കളെ, 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കൂട്ടുകാർക്കായിട്ടുള്ള സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ നമ്മൾ വെറും 200 രൂപയ്ക്ക് അവൈലബിൾ ആക്കാനായിട്ട് പോവാണ് കേട്ടോ മക്കളെ. ഈ വീഡിയോ കണ്ടുവരുന്ന ആദ്യത്തെ 100 പേർക്ക് മാത്രമാണ് മക്കളെ ഈ ഒരു സ്പെഷ്യൽ ഓഫർ ഉള്ളത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മാക്സിമം മക്കൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയക്കുക കേട്ടോ. കോൾ ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും കോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പൊ മറക്കണ്ട മക്കളെ, 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കൂട്ടുകാർക്കും അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുവരുന്ന ആദ്യത്തെ 100 പേർക്ക് മാത്രമാണ് മക്കളെ ഈ ഒരു സ്പെഷ്യൽ ഓഫർ ഉള്ളത്. വെറും 200 രൂപയ്ക്ക് നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കി തരുന്നതായിരിക്കും. എന്താണ്, ഒരു പെൻസിൽ വരയ്ക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിലെന്ത് ചെയ്തു, അവള് രൂപങ്ങൾ കൂടി വരച്ച് ചേർത്തിട്ടുണ്ട്. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? അവിടെ ഒരു പെൻസിലിന്റെ ചിത്രം കണ്ടോ മക്കളെ? അത് കുഞ്ഞാറ്റ വരച്ചിട്ടുള്ളതാണ്. അതിന്റെ മുകളിൽ അവൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഷേപ്സുകൾ കൂടി വരച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഷേപ്സുകളാണല്ലേ ഇതെല്ലാം. നമ്മള് പരിചയപ്പെട്ടിട്ടുള്ള ഷേപ്പുകളല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ ആ ഒരു ഷേപ്പുകൾ ഉപയോഗിച്ച് അവൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ മുകളിൽ വരച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ കുറച്ച് സ്ഥലം നോക്കിക്കാൻ മക്കളെ, ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ ഡോട്ട് ഇട്ട് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അവിടേക്ക് ഏത് ഷേപ്സ് ആയിരിക്കും വരയ്ക്കേണ്ടത് എന്ന് മക്കൾ കണ്ടെത്തിയിട്ട് അത് വരച്ച് കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഷേപ്സുകൾക്ക് നിറം നൽകാനുമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ മിസ് എപ്പോഴും നിങ്ങളോട് പറയാറുള്ള ഒരു കാര്യമാണ് മക്കളെ, എക്സാമിന് പോകുന്ന സമയത്ത് നിർബന്ധമായും മക്കൾ നിങ്ങളുടെ കയ്യിൽ എന്ത് കൊണ്ടുപോകണം? കളർ പെൻസിലോ അല്ലെങ്കിൽ ക്രയോൺസോ കൊണ്ടുപോകണം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിലുള്ള രൂപങ്ങൾ നോക്കാം അല്ലെ. ആദ്യം ഏത് രൂപമാണ് തന്നിട്ടുള്ളത് മക്കളെ? ഈ ഒരു രൂപമാണ് തന്നിട്ടുള്ളത് അല്ലെ. നമ്മൾ ഇതിന്റെ പേരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു മക്കളെ? റെക്ടാങ്കിൾ ആണ് അല്ലെ, ചതുരമാണ്. ഓക്കെ, പക്ഷെ പേരൊന്നും മക്കളെ ഇപ്പം ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അടുത്തത് ഏതാണ് മക്കളെ? സർക്കിൾ ആണ്, വട്ടമാണ്. വീണ്ടും ഏത് വന്നു? ചതുരം വന്നു അല്ലെ. റെക്ടാങ്കിൾ വന്നു, സർക്കിൾ വന്നു, എഗെയിൻ റെക്ടാങ്കിൾ വന്നു. ഇനി ഏത് വരും മക്കളെ? പറഞ്ഞു ഏത് വരും? സർക്കിൾ വരും. സർക്കിൾ കഴിഞ്ഞാൽ ഏത് വരും? വീണ്ടും റെക്ടാങ്കിൾ വരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഏത് വരും മക്കളെ? സർക്കിൾ വരും. ഇങ്ങനെയല്ലേ മക്കളെ ഈ ഒരു പാറ്റേൺ പോകുന്നത്? ആദ്യം റെക്ടാങ്കിൾ, സർക്കിൾ, റെക്ടാങ്കിൾ, സർക്കിൾ അല്ലെ. ചതുരം, വട്ടം, ചതുരം, വട്ടം, ചതുരം, പിന്നെ ഏത് വരും? വട്ടം അല്ലെ. പിന്നെയോ ചതുര, വീണ്ടും വട്ടം വരും. അപ്പൊ ഇതേ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് മക്കളെ, ആ ഒരു പാറ്റേൺ പോകുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? ഇനി അവിടെ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മുടെ അടുത്ത് എന്ത് കൂടി പറഞ്ഞിട്ടുണ്ട്? ഇതിന് കളർ കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ഓരോ ഷേപ്പിനും ഓരോ കളർ കൊടുക്കാം അല്ലെ. നമ്മൾ റെക്ടാങ്കിളിന് മിസ് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിളിന് മിസ് ചെയ്ത് കളർ കൊടുക്കാണ് മക്കളെ, ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓരോ ഷേപ്പിനും കളർ കൊടുക്കേ. അപ്പൊ റെക്ടാങ്കിൾ എല്ലാം മിസ് എന്ത് ചെയ്യാണ് മക്കളെ, ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യാണ്. ഈ ഒരു റെക്ടാങ്കിളിന് കൊടുത്തു. ഈ റെക്ടാങ്കിളിന് മിസ് എന്ത് ചെയ്തു, ചതുരത്തിന് ബ്ലാക്ക് കളർ കൊടുത്തു. ഈ ഒരു ചതുരത്തിനും കൊടുത്തു. അഗെയിൻ ഈ ഒരു റെക്ടാങ്കിളിന് ചതുരത്തിന് മിസ് ബ്ലാക്ക് കൊടുത്തു. ഇനി സർക്കിൾ അല്ലേ മക്കളെ കൊടുക്കേണ്ടത്, വട്ടത്തിനല്ലേ കൊടുക്കേണ്ടത്. നമുക്ക് മറ്റൊരു കളർ ചൂസ് ചെയ്യാം അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് യെല്ലോ കളർ എടുത്താലോ മക്കളെ? യെല്ലോ
ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മുടെ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ദാ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. കളർ നമുക്ക് എന്ത് ചെയ്യാം, സർക്കിളിന് കൊടുക്കാം അല്ലെ. നോക്കിക്കേ മക്കളെ, ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, അവിടെ നമ്മൾ യെല്ലോ കളർ കൊടുത്തു. ഈ സർക്കിളിന് നമ്മൾ യെല്ലോ കളർ കൊടുത്തു, ഈ സർക്കിളിന് യെല്ലോ കളർ കൊടുത്തു, അഗെയിൻ ഈ സർക്കിളിന് നമ്മൾ യെല്ലോ കളർ കൊടുത്തു. ഓക്കെ അല്ല മക്കളെ? അപ്പൊ ആ പെൻസിലിന്റെ മുകളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ബാക്കിയുള്ള രൂപങ്ങൾ ഷേപ്സ് വരച്ച് ചേർത്തു, അതിനെല്ലാം കളറും കൊടുത്തു. ഇനി മക്കളുടെ ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ, വാട്ട് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് ദി ഷേപ്പ് ഇൻ ദിസ് പിക്ചർ? അതായത് മക്കളെ ചിത്രത്തിലേതാ ഈ ഒരു രൂപം കണ്ട മക്കളെ, ഈ രൂപത്തിന്റെ എണ്ണം എത്ര? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ല മക്കളെ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എങ്കിൽ മിസ്സിന്റെ കൂടെ കൗണ്ട് ചെയ്തേ. 1 2 3 4. എത്രയാണ് മക്കളെ? 4. അപ്പൊ കൂട്ടുകാർ അവിടെ എത്ര ആൻസർ എഴുതണം? 4 എന്ന ആൻസർ എഴുതണം. 4 എന്നത് മക്കൾ അവിടെ ആൻസർ എഴുതണം. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആ പെൻസിലിന്റെ മുകളിൽ ബാക്കി വരുന്ന ഷേപ്സ് കൂടി വരച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം കൗണ്ട് ചെയ്തിട്ട് എഴുതുക കേട്ടോ. അല്ലാതെ നമുക്ക് ആദ്യം ഓൾറെഡി തന്നിട്ടുള്ളത് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തേ കിട്ടുള്ളൂ? 3 കിട്ടുള്ളൂ. അതല്ല, മക്കൾ അത് വരച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് കൗണ്ട് ചെയ്യേണ്ടത്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ? ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാല് എന്റെ മക്കളെ എല്ലാവരും മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യല്ലോ. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആക്ടിവിറ്റി 2 ടു ദി ഗാർഡൻ. എന്താണ് മക്കളെ? പ്രവർത്തനം 2 പൂന്തോട്ടത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. കൂട്ടുകാർക്ക് അവിടെ ഒരു പൂന്തോട്ടത്തിന്റെ ചിത്രം തന്നത് കണ്ടോ മക്കളെ? ഒരു ഗാർഡന്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലെ? എന്തൊക്കെയാണ് അതിൽ കാണുന്നത്? കുറെ ഫ്ലവേഴ്സ് കാണാം, പൂക്കൾ കാണാം അല്ലെ? ബിഗ് ഫ്ലവേഴ്സ് ഉണ്ട്, വലിയ ഫ്ലവേഴ്സ് ഉണ്ട്, സ്മാൾ ഫ്ലവേഴ്സ് ഉണ്ട്, ചെറിയ ഫ്ലവേഴ്സ് ഉണ്ട്, പിന്നെയോ ബട്ടർഫ്ലൈസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും അല്ലെ? ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ, കുഞ്ഞാറ്റ ആൻഡ് ഹെർ ഫ്രണ്ട്സ് decided to make a പൂക്കളം. They went to the garden, big and small flowers. Butterfly and beetle came to suck honey from the flowers. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ കുഞ്ഞാറ്റയും കൂട്ടുകാരും എന്ത് ചെയ്യാണ് മക്കളെ? പൂക്കളം ഇടാനായിട്ട് തീരുമാനിച്ചു അല്ലേ? നമ്മൾ ഓണം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വീട്ടിലും മറ്റുമൊക്കെ ആയിട്ട് പൂക്കളം നിർമ്മിക്കാറുണ്ട് അല്ലെ? പല നിറത്തിലും പലതരത്തിലുള്ള പൂക്കളെല്ലാം പറിച്ചു കൊണ്ടുവന്നിട്ടും ഇപ്പൊ കൂടുതലായിട്ട് നമ്മൾ പൂക്കൾ എന്താണ് ചെയ്യാറുള്ളത്? കടയിലും മറ്റും ചെന്നാണ് മേടിക്കാറുള്ളത് അല്ലെ? ഓക്കെ, അങ്ങനെ പൂക്കളെല്ലാം കളക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? മനോഹരമായിട്ടുള്ള പൂക്കളം തീർക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ കുഞ്ഞാറ്റയും കൂട്ടുകാരും എന്ത് തീരുമാനിച്ചു മക്കളെ? പൂക്കളം മേക്ക് ചെയ്യാനായിട്ട് അല്ലെ? പൂക്കളം ഇടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു? പൂക്കളെല്ലാം കളക്ട് ചെയ്യാനായിട്ട് എവിടേക്ക് പോയി മക്കളെ? പൂന്തോട്ടത്തിലേക്ക് പോയില്ലേ? അവിടെ ധാരാളം ബിഗും സ്മോളുമായിട്ടുള്ള, അതായത് വലുതും ചെറുതുമായിട്ടുള്ള പൂക്കളുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പൂമ്പാറ്റയും മണ്ടും ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു മക്കളെ? പൂക്കളിൽ നിന്ന് തേൻ നുകരുന്നുണ്ടായിരുന്നു അല്ലേ? ഇനി മക്കളുടെ ക്വസ്റ്റ്യൻ ഏതാണ് മക്കളെ? ഗിവ് യെല്ലോ കളർ ടു ദി ബിഗ് ഫ്ലവർ ആൻഡ് റെഡ് ടു ദി സ്മോൾ ഫ്ലവേഴ്സ്. എന്താ മക്കളെ പറഞ്ഞത്? ഗിവ് യെല്ലോ കളർ ടു ദി ബിഗ് ഫ്ലവേഴ്സ്, അതായത് വലിയ പൂക്കൾക്ക് യെല്ലോ കളേഴ്സ് മഞ്ഞ നിറവും, സ്മോൾ. കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഫ്ലവേഴ്സിന്, അതായത് ചെറിയ പൂക്കൾക്ക് ചുവപ്പ് നിറവും കൊടുക്കാനാണ് മക്കളെ പറഞ്ഞത്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇവിടെയും നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം മക്കളെ? കളറ് നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബിഗ് ഫ്ലവേഴ്സിന്, വലിയ ഫ്ലവേഴ്സിന് യെല്ലോ കളറല്ലേ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് യെല്ലോ കളർ സെലക്ട് ചെയ്യാം. എന്നിട്ട് ചിത്രത്തിലുള്ള ഗാർഡനിലുള്ള എല്ലാ ബിഗ് ഫ്ലവേഴ്സിനും യെല്ലോ കളർ കൊടുക്കാം കേട്ടോ. ഓക്കെ മക്കളെ?
അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മിസ് ഇപ്പം ജസ്റ്റ് ഒന്ന് റഫായിട്ട് കൊടുത്ത് കാണിച്ചു തരാം മക്കളെ. എക്സാമിന് നല്ല ഭംഗിയായിട്ടൊക്കെ എന്ത് ചെയ്യുക, കളർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ബിഗ് ഫ്ലവേഴ്സിനെല്ലാം നമ്മൾ കളർ ചെയ്യാനായിട്ട് പോവാണേ. അപ്പൊ ഏതൊക്കെയാണ് ബിഗ് ഫ്ലവർ എന്നുള്ളത് മക്കള് കൂട്ടത്തിൽ നിന്ന് കണ്ടെത്തണം കേട്ടോ. മിസ് ഇതാ ബിഗ് ഫ്ലവറിന് തന്നെയാണോ കളർ ചെയ്യുന്നതെന്ന് നോക്കിക്കുക മക്കളെ. ഓക്കെ, അപ്പൊ ദാ ഇത്രയും ബിഗ് ഫ്ലവേഴ്സ് ആണ് മിസ് പിക്ചറിൽ കണ്ടിട്ടുള്ളത്. അതിനെല്ലാം മിസ് എന്ത് ചെയ്തു, യെല്ലോ കളറ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ല മക്കളെ? ഓക്കെ അല്ലേ? ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? യെസ്, റെഡ് ടു സ്മാൾ ഫ്ലവേഴ്സ് അല്ലെ, ചെറിയ പൂക്കൾക്ക് റെഡ് കളർ കൊടുക്കാനാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, റെഡ് കളർ സെലക്ട് ചെയ്തിട്ട് അവിടെയുള്ള സ്മാൾ ഫ്ലവേഴ്സ്, ഇവിടെ ഒരു സ്മാൾ ഫ്ലവർ ഉണ്ട്, ഇവിടെയുണ്ട്, പിന്നെയോ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട് അല്ലെ. പിന്നെ പിക്ചറിൽ നോക്കിക്കേ മക്കളെ, ഇത് രണ്ട് തവണയായിട്ട് മിസ് പിക്ചർ തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ ഒരു പിക്ചറും അതുപോലെ തന്നെ ഈ ഒരു പിക്ചറും എന്താണ്, സെയിം പിക്ചർ ആണ്. ഒന്ന് ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാരുടെ ക്വസ്റ്റിന്റെ ഭാഗമായിട്ട് വെച്ചതും ഒന്ന് മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാരുടെ ക്വസ്റ്റിന്റെ ഭാഗമായിട്ട് വെച്ചതാണ് കേട്ടോ. അതുകൊണ്ട് മൊത്തത്തിൽ മക്കൾ കൗണ്ട് ചെയ്തത് ഇത് ഒരു പാർട്ടാണ്. ഓക്കെ, ഇത് അടുത്ത പാർട്ടാണ്. അങ്ങനെ മക്കള് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്ക് അവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, നോക്കിക്കേ. നമ്പർ ഓഫ് ബിഗ് ഫ്ലവേഴ്സ്, അതായത് വലിയ പൂക്കളുടെ എണ്ണമാണ് മക്കളെ ചോദിച്ചിട്ട്. നമ്മളിപ്പം കളർ കൊടുത്തല്ലോ, കളർ കൊടുത്തു കഴിഞ്ഞല്ലോ മക്കളെ. ഇനി അതിൽ നിന്ന് മക്കളെടുത്ത് എന്ത് കണ്ടെത്താനാ പറഞ്ഞിട്ടുള്ളത്? വലിയ പൂക്കളുടെ എണ്ണം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 4. 1 2 3 4. അപ്പൊ ബിഗ് ഫ്ലവേഴ്സ് എത്രയുണ്ട് മക്കളെ? 4. എത്ര എണ്ണം ഉണ്ട്? വലിയ പൂക്കൾ 4 എണ്ണമാണുള്ളത്. നമ്മളോട് നെക്സ്റ്റ് എന്താ ചോദിച്ചിട്ടുള്ളത്? നമ്പർ ഓഫ് സ്മാൾ ഫ്ലവേഴ്സ്, അതായത് ചെറിയ പൂക്കളുടെ എണ്ണം എഴുതാനാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് 1 2 3 4 5. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർ മിസ്സിനോടൊപ്പം എനിക്ക് 1 2 3 4 5. അപ്പൊ സ്മാൾ ഫ്ലവേഴ്സ് എത്രയുണ്ട് മക്കളെ? 5 ഉണ്ട്. ചെറിയ പൂക്കളുടെ എണ്ണം എത്രയാണ്? 5 എണ്ണം. ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് ഇത്തരത്തില് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനെ മാത്സുമായിട്ട് ബന്ധപ്പെടുത്തി ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പൊ ഇതാ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചോദിക്കുള്ളൂ കേട്ടോ. അതൊരു മക്കളെ പേടിക്കൊന്നും വേണ്ട, നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ മക്കളെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. ഇവിടെ നമ്മുടെ കുഞ്ഞാറ്റയെ മക്കൾക്ക് കാണാം. കുഞ്ഞാറ്റയ്ക്ക് ചുറ്റും ആര് പറക്കുന്നുണ്ട് മക്കളെ? കുറെ ബട്ടർഫ്ലൈസ് പറക്കുന്നുണ്ട് അല്ലെ? മക്കളുടെ ചോദ്യം ഇതാണ്, നമ്പർ ഓഫ് ബട്ടർഫ്ലൈസ് ഇൻ ഫ്രണ്ട് ഓഫ് കുഞ്ഞാറ്റ. ഇത് നമ്മുടെ കുഞ്ഞാറ്റയാണ്. കുഞ്ഞാറ്റയുടെ മുന്നിൽ എത്ര ബട്ടർഫ്ലൈസ് ഉണ്ട്? നമ്മൾ പഠിച്ചതല്ലേ, മുന്നിലും പിറകിലൊക്കെ നമ്മൾ പഠിച്ചല്ലേ മക്കളെ? പഠിച്ചതല്ലേ? അപ്പൊ മുന്നിൽ എന്ന് പറയുന്ന സമയത്ത് ഏതാണ്? ഇവരാണോ വരിക, ഇവരാണോ വരിക? യെസ്, ഇവരാണ് വരിക അല്ലെ? ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞാറ്റയുടെ പിന്നിൽ എന്നതാണ് വരിക അല്ലെ? അപ്പൊ കുഞ്ഞാറ്റയുടെ ഫ്രണ്ടിലായിട്ട് എത്ര ബട്ടർഫ്ലൈസ് ആണുള്ളത് മക്കളെ? കൗണ്ട് ചെയ്തേ, എത്ര ഉണ്ട്? 1 2 3. എത്ര ബട്ടർഫ്ലൈസ് ഉണ്ട്? 3 ബട്ടർഫ്ലൈസ്. 3 പൂമ്പാറ്റകളാണ് കുഞ്ഞാറ്റയുടെ മുന്നിലുള്ളത്. സിമ്പിൾ അല്ലേ മക്കളെ? എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആക്ടിവിറ്റി 3, ലെറ്റ്സ് പ്ലേ വിത്ത് ബോൾസ്. അതായത് മക്കളെ പന്ത് കളിക്കാം എന്നതാണ്. വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ചെയ്തിട്ടുള്ള അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ, മാച്ച് ആൻഡ് ഡ്രോ ടു ദി സെയിം നമ്പേഴ്സ്. അതായത് മക്കളെ ഒരേ എണ്ണം ഉള്ളവരെ വരച്ച് യോജിപ്പിക്കുക. ഇവിടെ ഒരു സൈഡിൽ എന്ത് തന്നിട്ടുണ്ട്? കുറെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ? കുറച്ച് കുട്ടികളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ കുറെ ബോൾസിന്റെ ഗ്രൂപ്പ് തന്നിട്ടുണ്ട് അല്ലെ? പന്തുകളുടെ കൂട്ടം തന്നിട്ടുണ്ട്. അപ്പൊ കുട്ടികളുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? ഇത് ഫസ്റ്റ് ഗ്രൂപ്പ് ആണ് അല്ലെ? ആ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട് എന്ന് കൗണ്ട് ചെയ്യുക. അത്രയും എണ്ണം ബോൾസ് ഇവിടെ എവിടെയാണോ ഉള്ളത് അതിലോട്ട് എന്ത് ചെയ്യാനാണ്? മാച്ച് ചെയ്യാനാണ്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ഓരോ ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ എണ്ണം നമുക്ക് കൗണ്ട് ചെയ്യാം. നോക്കിക്കേ മിസ് അതിന്റെ മുകളിൽ ജസ്റ്റ് നമ്പർ എഴുതാം കേട്ടോ. 1 2 3 അല്ലെ? അവിടെ എത്ര പേരുണ്ട് മക്കളെ? 3 അല്ലേ ഉള്ളത്? 1 2 1 2 3 പേര്. ഇനി അടുത്ത സെറ്റ് നോക്കിക്കേ. 1 2 3 4 5. 1 2 3 4 5. അടുത്ത സെറ്റില് 5 പേരാണുള്ളത് അല്ലെ? ഒറ്റയ്ക്ക് കൗണ്ട് ചെയ്യാൻ അറിയാലോ മക്കൾക്ക് എല്ലാവർക്കും. അപ്പൊ ഒന്ന് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് മക്കൾ എല്ലാവരും ഒന്ന് കൗണ്ട് ചെയ്തേ. കൗണ്ട് ചെയ്തിട്ട് ബോളും എത്രയുണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യുക. എന്നിട്ട് ഏതിലോട്ടാണ് മാച്ച് ആവുക എന്നുള്ളത് മക്കൾ ആദ്യം ആൻസർ കണ്ടെത്തി പറയണേ.
ഇനി അടുത്ത സെറ്റിൽ എത്ര കുട്ടികളുണ്ട്? ഓൺലി 1, ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. ഇനി അടുത്ത ഗ്രൂപ്പ് നോക്കിക്കേ മക്കളെ. 1 2 3 4. 1 2 3 4, 4 അല്ലേ ഉള്ളൂ മക്കളെ. അടുത്ത സെറ്റ് നോക്കൂ. 1 2, 1 2, 2 പേരുമാണുള്ളത്. ഇനി നമുക്ക് ബോൾസിന്റെ ഗ്രൂപ്പ് കൗണ്ട് ചെയ്യാം അല്ലെ. എണ്ണിക്കേ മക്കളെ. 1 2 3 4 5 അല്ലെ. 1 2 3 4 5. ഇനി അടുത്ത സെറ്റ് നോക്കിക്കേ. 1 2 3 4. 1 2 3 4. ഇനി അടുത്ത നോക്കിക്കേ മക്കളെ. 1 2 അല്ലെ. 1 2. അടുത്തതോ 1 2 3. 1 2 3. ലാസ്റ്റ് 1 നോക്കിക്കേ മക്കളെ. 1, ഒന്ന് മാത്രമേ ഉള്ളൂ. ഇനി സിമ്പിൾ അല്ലേ മക്കളെ. നമ്മൾ ഇങ്ങനെ നമ്പർ ഇട്ട് വെച്ചതുകൊണ്ട് നമുക്ക് ഈസി ആവും അല്ലെ. നോക്കിക്കേ മക്കളെ. ഇവിടെ ആദ്യത്തെ സെറ്റിൽ എത്ര പേരുണ്ട്? 3 ആണുള്ളത് അല്ലെ. ഇവിടെ 3 പേരാണുള്ളത്. ഇവിടെ 3 നമ്മൾ എഴുതിയ സെറ്റ് ഏതാണ്? ഇതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതും ഇതും തമ്മിൽ മാച്ച് ചെയ്യാം. ക്വസ്റ്റ്യൻ മനസ്സിലായോ എങ്ങനെ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളത്? എങ്കിൽ അടുത്തത് മക്കൾ കണ്ടെത്തി പറഞ്ഞേ. ഇവിടെ എത്ര പേരുണ്ട്? 5 പേരുണ്ട്. ഏതാണ് മക്കളെ 5 ബോളുകളുടെ കൂട്ടം? യെസ്, ഫസ്റ്റ് 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഇവിടോട്ട് മാച്ച് ചെയ്യാം. സിമ്പിൾ അല്ലേ മക്കളെ. എങ്കിൽ അടുത്തത് പറഞ്ഞേ. ഇവിടെ ഒരേ ഒരാളേ ഉള്ളൂ. ഒരേ ഒരാൾക്ക് ഒരേ ഒരു ബോളാണ്. അപ്പൊ ഇയാളെ നമുക്ക് ഇവിടോട്ട് വരച്ച് ചേർക്കാം. ക്ലിയർ? അടുത്ത നോക്കിക്കേ മക്കളെ. ഇവിടെ എത്ര പേരുണ്ട്? 4 പേരുണ്ട്. അപ്പൊ അവർക്ക് എത്ര ബോള് വേണം? 4 ബോള് വേണം. ഇവരെ നമുക്ക് ഇവിടോട്ട് വരച്ച് ചേർക്കാം. ഇനി ലാസ്റ്റ് 1 ഇവിടെ എത്രയാണ്? 2 ആണ്. ഇവിടെ 2 ബോളാണ്. ഇവരെയും തമ്മിൽ മാച്ച് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു മക്കളെ? സെയിം ആളുകളെ സെയിം നമ്പർ ഓഫ് ബോൾസിലേക്ക് നമ്മൾ മാച്ച് ചെയ്ത് വരച്ചു. ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? മക്കള് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മാത്സിന് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റൂ കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ഇനി നോക്കിക്കേ. അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ്സ് ഡ്രോ ഫ്ലവേഴ്സ്. പ്രവർത്തനം 4 എന്താണ് മക്കളെ? പൂക്കൾ വരയ്ക്കാം. നോക്കിക്കേ. പുട്ട് 6 ഫ്ലവേഴ്സ് ഇൻ ഈച്ച് ബാസ്കറ്റ്. അതായത് മക്കളെ എല്ലാ കൂടയിലും എന്ത് ചെയ്യണം മക്കളെ? 6 പൂക്കൾ വീതം വെക്കണം. ഓക്കെ. അപ്പൊ നോക്കിക്കേ. ചില കൂടയിലൊക്കെ ഉണ്ട് കുറെ ഫ്ലവേഴ്സ് ഉണ്ട്. ചില കൂടയിലൊക്കെ കുറച്ച് ഫ്ലവേഴ്സ് ആണുള്ളത്. അപ്പൊ എല്ലാത്തിലും മക്കൾ എന്ത് ചെയ്യണം? എണ്ണം 6 ആക്കണം. ഓക്കെ. അപ്പൊ എണ്ണം കുറവുള്ളതിൽ മക്കൾ എന്ത് ചെയ്യണം? കൂടുതൽ എണ്ണം വരച്ചിട്ട് എത്ര എണ്ണം ആക്കണം മക്കളെ? 6 ഫ്ലവേഴ്സ് ആക്കണം. 6 പൂക്കളാക്കണം. നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ മക്കളെ. ആദ്യത്തെ ബാസ്കറ്റിൽ എത്രയുണ്ടെന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6. അവിടെ ഓൾറെഡി എന്തുണ്ട് മക്കളെ? 6 ഉണ്ട് അല്ലെ. 6 ഉണ്ട്. അപ്പൊ നോക്കിക്കേ. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദി ബാസ്കറ്റ്. അതായത് കുട്ടയിലെ പൂക്കളുടെ എണ്ണം എത്രയാ മക്കളെ? 6 ആണ്. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ. വരച്ച് ചേർത്ത പൂക്കൾ എത്രയാ മക്കളെ? ഇവിടെ ഓൾറെഡി 6 എന്നുള്ളത് കൊണ്ട് ഇനി നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ, അതായത് വരച്ച് ചേർത്ത പൂക്കളുടെ എണ്ണം നമുക്ക് എത്ര പറയാം? 0 എന്ന് പറയാം. ക്ലിയർ ആയോ മക്കളെ? അതേപോലെ ബാക്കി ബാസ്കറ്റ് മക്കള് നോക്കണം. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദി ബാസ്കറ്റ്. കുട്ടയിലെ പൂക്കളുടെ എണ്ണം എത്രയാ മക്കളെ? നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 1 2. 2 ആണ് അല്ലെ. നമുക്ക് എത്ര ഫ്ലവേഴ്സ് ആക്കണം? 6 ആക്കണം അല്ലെ. അപ്പൊ ബാക്കി എണ്ണിക്കേ മക്കളെ. 2 കഴിഞ്ഞിട്ട് എണ്ണിക്കേ. 3 4 5 6. ഓക്കെ. ഇപ്പൊ എത്രയോ? ടോട്ടൽ 6 ആയോ? നമ്മൾ എത്ര പൂക്കളാ വരച്ച് ചേർത്തത് മക്കളെ? 1 2 3 4. 4 പൂക്കൾ നമ്മൾ എന്ത് ചെയ്തു? വരച്ച് ചേർത്തു. അപ്പൊ ടോട്ടൽ എത്ര പൂക്കൾ കിട്ടി? ബാസ്കറ്റില് 6 ഫ്ലവേഴ്സ് ആയില്ലേ. 6 പൂക്കളായി. ഇനി അടുത്ത നോക്കിക്കേ മക്കളെ. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദി ബാസ്കറ്റ് കൗണ്ട് ചെയ്തേ. 1 2 3 4. 4 ഫ്ലവേഴ്സ് ആണുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് എഴുതണം? 4 എന്ന് എഴുതണം, 4 എന്ന് എഴുതണം. ഇനി നമുക്ക് അതിനെ 6 ആക്കണ്ടേ മക്കളെ? 6 ആക്കണ്ടേ? അപ്പൊ 4 കഴിഞ്ഞിട്ട് ഒന്ന് എണ്ണിക്കുക മക്കളെ. 5 6. ഇപ്പൊ ടോട്ടൽ എത്രയായി? 6 ഫ്ലവേഴ്സ് ആയി. എന്തില്? ബാസ്കറ്റില്. എത്ര എണ്ണാണ് മക്കളെ നമ്മൾ അതിനു വേണ്ടി വരച്ചു ചേർത്തത്? 2 എണ്ണാണ് വരച്ചു ചേർത്തത്. അപ്പൊ ടോട്ടൽ ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മൾ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ. അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക? സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7
7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. കിട്ടി നമുക്ക് 6 എന്ന് കിട്ടി. ഓക്കെ മക്കളെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദി ബാസ്കറ്റ്. ബാസ്കറ്റിലുള്ള ഫ്ലവേഴ്സിന്റെ എണ്ണം എഴുതാനാ പറഞ്ഞത്. ബാസ്കറ്റ് നോക്കിക്കേ മക്കളെ, എന്താണ്? ബാസ്കറ്റ് എംറ്റി ആണല്ലോ, ബാസ്കറ്റിൽ ഒന്നുമില്ല, കാലിയാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 0 എന്ന് എഴുതാം. ഇനി നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ, അതിൽ നമുക്ക് എത്ര പൂക്കൾ വരുത്തണം? 6 പൂക്കളാക്കണം. അപ്പൊ മക്കളെ നമുക്ക് എന്ത് ചെയ്യണം? പൂക്കൾ വരയ്ക്കണ്ടേ? എണ്ണിക്കോ. 1 2 3 4 5 6. എത്ര ഫ്ലവേഴ്സ് നമ്മളിപ്പോ വരച്ചു ചേർത്തു? 6 ഫ്ലവേഴ്സ് വരച്ചു ചേർത്തു. അപ്പം ബാസ്കറ്റിലുള്ള പൂക്കളുടെ എണ്ണം 0യും നമ്മൾ വരച്ചു ചേർത്ത പൂക്കളുടെ എണ്ണം 6ഉമാണ് അല്ലെ. ഓക്കെ അല്ലേ മക്കളെ? അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മക്കൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കൃത്യമായിട്ട് മക്കൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇനിയും മക്കൾക്ക് ഇത്തരത്തിൽ എക്സാമിന് യൂസ്ഫുൾ ആവുന്ന മറ്റു ചില ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് മിസ് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പൊ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.